ഭഗവാന് അന്യമായി ഒന്നുമില്ല. ഈ ഭഗവാന് പോലും ജന്മം നൽകുന്നത് സ്ത്രീയാണ്. വിദ്യാ സമസ്തവദേ വിഭേദ സ്ത്രീയ സമസ്ത സകല ജഗത്സു. അമ്മ രൂപത്തിലുള്ള എല്ലാം തന്നെ ഞാനാണ്. ആരായി ഞാൻ? സാക്ഷാൽ ജഗദമ്പ. മനസ്സിലായില്ലേ? അത് മനുഷ്യരിൽ മാത്രമല്ല, പശു പക്ഷി മൃഗാദികളിലെല്ലാം ജന്മം നൽകുന്ന സ്ത്രീ അത് എന്റെ രൂപമാണ്. എന്നിട്ട് പറയാ സ്ത്രീ ഇന്ന് വായിക്കാൻ പാടില്ല, നുണയാ പറയുന്നത്. ഇതാണ് എഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ രാമായണത്തെ കുറിച്ച് ഒട്ടേറെ അപവാദങ്ങളുണ്ട്. പിന്നെ പറയുന്നത്, അതെ, ഒരു ചില വിദ്വാന്മാരുണ്ട്, ദളിതന്മാരാരും രാമായണം വായിച്ചിട്ടില്ല, അവർ വായിക്കാനും പാടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് കത്തിച്ചിടണം. ഒന്നുകൂടി, ദളിതന്മാരാരും രാമായണം വായിക്കാൻ പാടില്ല. വാൽമീകി മഹർഷി ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ദളിതനേക്കാൾ താഴെയുള്ള ആളാണ്. മനസ്സിലായില്ലേ? ഗിരിവർഗക്കാരനാണ്. ഈ വാൽമീകിയാകുന്ന ഗിരിവർഗക്കാരൻ എഴുതിയതാണ് രാമായണം. മഹാഭാരതം എഴുതിയ ആളാരാ? വ്യാസൻ. മൂപ്പരുടെ അമ്മാരാ? മുക്കുസ്ത്രീ. അച്ഛനാരാ? അല്ല, പറയ സമുദായത്തിൽപ്പെട്ട ആളാ. ഇത് ഗുരുദേവൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? പക്ഷേ വ്യാസനെ നമ്മൾ കരുതുന്നത് എങ്ങനെയാണ്? ഭഗവാൻ വേദവ്യാസൻ. എന്നിട്ട് പറയാണ്, നിങ്ങൾ രാമായണം വായിക്കരുത്, മഹാഭാരതം വായിക്കരുത്. കാരണം എന്താണ്? ദളിതന്മാർക്ക് എതിരാണ്. അവര് വാസ്തവത്തിൽ പറയേണ്ട ഉദ്ദേശം എന്താണെന്നറിയാമോ? രാമായണം വായിക്കുന്ന ആളുകള് ശരിയായി വായിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ കാലത്തും മന്ധരയെ പോലെ ചില ആളുകളെ ഭൂമിയിലേക്ക് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്, രാവണനില്ല എന്ന് വിചാരിക്കാം, രാമൻ അവതരിക്കും ഇല്ല. രാവണനില്ലെങ്കിൽ രാമനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം രാമപക്ഷത്തുള്ളവരാണ് എങ്കിലും നമ്മൾക്ക് ആലസ്യം ഭയങ്കര. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ എന്നിട്ടും, അതെ, നിങ്ങളാരും രാമായണം വായിക്കാൻ പാടില്ല, അത് കത്തിച്ചുകളയും. ആണോ? അത് ശരിയല്ലല്ലോ, രാമായണം വായിക്കണമല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് വാശിയുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതൊന്നും തന്നെ നമ്മുടെ വിഷയമില്ലാത്തവർക്ക് തള്ളിക്കളയരുത്. അവർ നമ്മളെ പ്രചോദിപ്പിക്കുന്നു. കൊറോണ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ രാവിലെ ക്ലാസ് എടുത്ത അതായിരുന്നു. ഇന്ന് ആത്മോപദേശ ശതകവും ദർശനമാലയൊക്കെ വായിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. എപ്പോഴാണ് എന്ന് ചോദിച്ചു പറഞ്ഞത്? കൊറോണ കാലമാണ്. മനസ്സിലായി? എന്താ